Okay, we'll start the session. Mic ഒക്കെ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? സർ കേൾക്കുന്നുണ്ട്. Okay, in last class we were discussing about static characteristics of measurement system. So we were telling like when the input is held constant or varying slowly, we there are some certain characteristics during that time. So that characteristics comes under static characteristics. And in today's class, we are going to discuss about dynamic characteristics. That means the input variable is changing with respect to time. In the case of static characteristics, we had some around 8 points, that is accuracy, precision, sensitivity, linearity, reproducibility, resolution, range or span, dead space. So we have gone through all these 8 points. So while the question will come like that, explain the static characteristics of measurement system. So you have to write all these 8 points or maximum 7 to 8 points, and then with the help of some diagram, there are a lot of graphs are there. So with the help of that graphs and diagrams, with the help of that you can explain that. So that graphs and diagrams are very important. And in today's class, we are going to discuss about dynamic characteristics. There's not that much it is there. And it is like input is changing rapidly with the time. So it is called dynamic characteristics. So various dynamic characteristics are speed of response, measuring lag, fidelity, dynamic error, bandwidth. So it is like input is varying with respect to time. So it is continuously, sometimes it may be continuously measuring. For example, a temperature which is used to measure what is the atmospheric temperature now, it will be continuously measuring the physical quantity, and then something like pressure or wind. So this will be giving values always, and it will be the value, the magnitude of value will be changing as the times moves on. അതാണ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എർത്ത് ക്ലോക്കൊക്കെ മെഷർ ചെയ്യുന്നത്, അതാണെങ്കിൽ കണ്ടിന്യൂസ് ആ ഒരു പ്ലേസിൽ അത് ഉണ്ടാവും, അതിങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫൈനലി എന്തായിരിക്കും അത് ഒരു എർത്ത് ക്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അത് ശരിക്കും കറക്റ്റ് റീഡിങ് കാണിക്കൂ. അതുവരെ അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ മെഷർ ചെയ്യുമ്പം അത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നേരത്തെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, the input is almost constant and it is not varying, but in the case of dynamic characteristics, the magnitude of input is varying continuously with respect to time. So we need to നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയിട്ട് 13 പേര്, ഇവർക്കാണ് ഇന്ന് അറ്റൻഡൻസ് ഉള്ളു. ഇതുവരെ ജോയിൻ ചെയ്തത്. ഇതും വളരെ കൊടുക്കാൻ പാടില്ലാത്തതാണ്. 10:20 എന്ന് പറയുമ്പോൾ 10:20 തന്നെ വരാൻ നോക്കുക. ഓക്കെ, 10 പേര്, ഓൾമോസ്റ്റ് 10 പേരെ ഇപ്പൊ നമുക്ക് ക്ലാസ്സിലുള്ളൂ. 10-9 പേര്. ഓക്കെ, വിൽ കണ്ടിന്യൂ. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ
അത് നമുക്ക് ഔട്ട്പുട്ടിൽ എപ്പോൾ കാണാൻ പറ്റും, അതൊരു നമുക്കൊരു ഇതാണ്. ഇന്നിപ്പം ഈ ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുക? അതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ ഓരോ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു എർത്ത് ക്ലോക്കിന്റെ ഒരു ഫസ്റ്റ് സിഗ്നൽ വന്നു, ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ ഔട്ട്പുട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ സിസ്റ്റം നല്ലൊരു സിസ്റ്റം അല്ല എന്ന് നമുക്ക് പറയാം. ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്കത് കിട്ടണം. സോ ഇതൊക്കെയാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ടൈം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡിലേ കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. So we are going to learn about all this characteristics: speed of response, measuring lag, fidelity, dynamic error, and bandwidth. So what is speed of response? It is defined as the rapidity with which a measurement system responds to ചേഞ്ചസ് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി. മെഷേർഡ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിന് എത്ര പെട്ടെന്ന് ഇത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ടായിട്ട് പറയാം. റെസ്പോണ്ട് ടൈം ഈസ് ദ ടൈം റിക്വയർഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ് ഓർ സിസ്റ്റം ടു സെറ്റിൽ ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻപുട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ടൈമിനെയാണ് എന്ത് പറയുന്നത്? റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചേഞ്ചസ്, ഇൻപുട്ടിലുള്ള ചേഞ്ചിന് എന്താ പറയുക, റിഫ്ലക്ട് ചെയ്യുന്നു ഔട്ട്പുട്ടിലേക്ക്. അതാണ് നമ്മൾ ഏതിൽ ഉദ്ദേശിക്കുന്നത്? സ്പീഡ് ഓഫ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെഷറിംഗ് ലാഗ്, ഇറ്റ് ഈസ് ദ റിട്ടാർഡേഷൻ ഓർ ഡിലേ in the response of a measurement system to changes in the measured quantity. വൺ എന്നത് നമുക്ക് സെയിം എന്ന് പറയാം അല്ലെ? എത്രത്തോളം ഡിലേ ഉണ്ടാവുന്നു, അത് റെസ്പോണ്ട് ചെയ്യാനുള്ള എത്രത്തോളം ഡിലേ. ഞാനിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തു, 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഓരോ കേസിലും അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആ ഡിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും. കാരണം പെട്ടെന്ന് എമർജൻസി ഉള്ള കേസിലൊക്കെ ആ ഡിലേ മിനിമൈസ് ചെയ്യണം. എമർജൻസി ഇല്ലാത്ത കേസിലൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല, ആക്യുറേറ്റ് ഉള്ള വാല്യൂ കിട്ടിയാൽ മതി. ആൻഡ് ഫിഡലിറ്റി, അതൊരു പുതിയൊരു വാക്കായിരിക്കും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാം. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് റെസ്പോൺസ് അതിൽ തന്നെ ആ ഡെഫിനേഷൻ ഉണ്ട്. അതേപോലെ മെഷറിംഗ് ലാഗിങ്, ഡിലേ അല്ലെ, അത് ആ ഡെഫിനേഷൻ ഉണ്ട്. Fidelity of a system is defined as the ability of a system to reproduce the output in the same form as the input. ഇൻപുട്ട് പോലെ തന്നെ ഔട്ട്പുട്ടിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫിഡലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു ഡൗട്ടുള്ളൊരു കേസാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അതെന്താണെന്ന് നോക്കാം. സപ്പോസിങ് ഇഫ് എ ലീനിയർ വേരിയിങ് ക്വാണ്ടിറ്റി ഈസ് അപ്ലൈഡ് ടു എ സിസ്റ്റം, ഒരു ലീനിയർ വേരിയിങ് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ലീനിയർ വേരിയബിൾ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ലീനിയർ or a linearly varying quantity, then system is said to have 100% fidelity. അല്ലെ? അപ്പൊ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫിഡലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ലീനിയർലി വേരിയിങ് ക്വാണ്ടിറ്റി ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതേ ഫോമിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അതേപോലെ ലീനിയർ വേരിയിങ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം 100% ഫിഡലിറ്റി ഉള്ള സിസ്റ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ലീനിയാരിറ്റിക്ക് അനുസരിച്ച് അത് മാറും. ഫിഡലിറ്റിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. എത്ര ലീനിയർ ആയി കിട്ടുന്നില്ലെങ്കിൽ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. ആൻഡ് ഡൈനാമിക് എറർ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ചേഞ്ചിങ് വിത്ത് ടൈം ആൻഡ് ദ വാല്യൂ ഇൻഡിക്കേറ്റഡ് ബൈ ദ മെഷർമെന്റ് സിസ്റ്റം ഇഫ് നോ സ്റ്റാറ്റിക് എറർ ഈസ് അസ്യൂംഡ്. അതായത് ട്രൂ വാല്യൂ നമ്മുടെ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ മറ്റ് ഡീപ്പായിട്ട് പോകുന്നില്ല, നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ചേഞ്ചിങ് വിത്ത് ദ ടൈം ആൻഡ് ദ വാല്യൂ ഇൻഡിക്കേറ്റഡ് ബൈ ദ മെഷർമെന്റ് സിസ്റ്റം. മെഷർമെന്റ് സിസ്റ്റം ഇൻഡിക്കേറ്റ് ചെയ്ത വാല്യൂ, ആക്ച്വൽ ട്രൂ വാല്യൂ എത്രത്തോളം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നും നമ്മുടെ മെഷർമെന്റ് സിസ്റ്റം എത്രയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്? ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. Next one is bandwidth. It is the range of frequency for which dynamic sensitivity is satisfactory. നമുക്കറിയാം ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നതൊക്കെ പണ്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലാണ് ആ ആംപ്ലിഫയർ കറക്റ്റായി വർക്ക് ചെയ്യുക എന്നുള്ള
ഒരു ഗ്രാഫൊക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഇതില് സാറ്റിസ്ഫൈ സെൻസിറ്റിവിറ്റി സാറ്റിസ്ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടി പോയിന്റ്സ് ആയിട്ട് പഠിക്കാനുള്ളൂ. അതായത് ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, സ്പീഡ് ഓഫ് റെസ്പോൺസ് ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് മെഷറിംഗ് ലാഗ് ആണ്. ഇത് ഡെഫിനേഷൻ ആ വേർഡ് തന്നെയാണ് നമുക്കറിയാം. മൂന്നാമത് ഫിഡലിറ്റി പഠിച്ചു, ദെൻ ഡൈനാമിക് എറർ പഠിച്ചു, പിന്നെ ബാൻഡ് വിഡ്ത്ത് പഠിച്ചു, ആൻഡ് ഫൈനലി ഒരു ഗ്രാഫ്, അതായത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ടായി കൊടുത്താൽ, ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ്, ഇതാണ് മെഷർമെന്റിന്റെ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷനായി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സിഗ്നലിന്റെ റെസ്പോൺസ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇത് ഇങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് വരുന്നത് അല്ലെ. ആ സ്റ്റെപ്പ്, അതായത് അത് സെറ്റിൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു, അത് മാക്സിമത്തിലെത്തി സെറ്റിൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ഇതാണ് അതിന്റെ 100% ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻക്രീസ് ചെയ്ത പോർഷൻ ഓവർഷൂട്ട് എന്ന് പറയും. ഇത് കുറച്ച് സെറ്റിൽ ചെയ്യാതെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, കുറച്ച് ഓസിലേറ്ററി ആയി ബിഹേവിയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ സെറ്റിലിംഗ് ടൈം എന്ന് പറയും. അപ്പൊ രണ്ട് വേർഡ് ഓർത്തിരിക്കുക, ഓവർഷൂട്ടും സെറ്റിലിംഗ് ടൈം. ഓക്കെ, ഈ ഒരു ഗ്രാഫും കൂടെ അതിന്റെ കൂടെ വരച്ചാൽ ഒരു സിസ്റ്റം റെസ്പോൺസ് വെൻ ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, അതായത് ഒരു ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. പല ഇൻപുട്ട് കൊടുക്കാം, നമ്മളിപ്പം ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈ സിസ്റ്റത്തിന്റെ ഇൻപുട്ടായി കൊടുത്താൽ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ടേംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സെറ്റിലിംഗ് ടൈം, അപ്പോൾ ഈ സിഗ്നൽ ഉണ്ടാവുന്ന യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ വേരിയേഷൻ അല്ലേ, ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് എന്നെല്ലാം പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയുന്നതാണ്. അപ്പം അതിൽ ആ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ അത് എത്ര ടൈം സെറ്റിൽ ചെയ്യാൻ എടുക്കുന്നു, അതിന്റെ മാക്സിമം വാല്യൂ, അതായത് ഓസിലേറ്ററി അതിൽ വരുന്ന മാക്സിമം വാല്യൂ എത്രയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയാം. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് എന്തായിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് വെൻ ദ ഇൻപുട്ട് ഈസ് വേരിയിങ് വിത്ത് ടൈം, അതൊക്കെ അതായിരുന്നു ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചത് എന്താണ്, സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചു, അതിൽ റെസ്പോൺസ് ടൈം പഠിച്ചു, ദെൻ വി ഹാവ് ലേൺഡ് എന്തായിരുന്നു പഠിച്ചത്, ലാഗ്, മെഷറിംഗ് ലാഗ് പഠിച്ചു, ദെൻ ഫിഡലിറ്റി, ഡൈനാമിക് എറർ, ബാൻഡ് വിഡ്ത്ത്, ആൻഡ് we have also seen when a unit step input is given to the input, what is we have learned two terms related to that, that is settling time and overshoot അല്ലെ. അത്രയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഗ്രാഫ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, അതായത് ഒരു 0 മാക്സിമത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇൻപുട്ട് അല്ലെ, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ റെസ്പോൺസ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്, സഡൻ ആയിട്ടുള്ളൊരു ഇൻക്രീസ് അല്ല, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും അധികം സിഗ്നലും ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ വരിക. ഓക്കെ, അപ്പൊ അതിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് കിട്ടേണ്ടത് ഇതാണ്, 100%ലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് കുറച്ച് ഓസിലേറ്ററി ആയതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ആ 100% മുതൽ മാക്സിമം വാല്യൂ ഉള്ള വാല്യൂ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുന്ന വാല്യൂനെയാണ് എന്ത് പറയുന്നത്, ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്, അത് കറക്റ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 100% ആവാനുള്ള, ഈ ഓസിലേറ്ററി നേച്ചറൊക്കെ മാറി 100% ആവാനുള്ള ടൈമിനെയാണ് എന്ത് പറയുന്നത്, സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്കും പഠിച്ചു, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ പഠിച്ചു. ഓക്കെ, സ്റ്റാറ്റിക്കിൽ എന്തൊക്കെയായിരുന്നു വരുന്നത്, ആക്യുറസി, പ്രിസിഷൻ, പിന്നെ എന്തൊക്കെയാ വന്നത്, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. ആക്യുറസി, പ്രിസിഷൻ, പറ, റേഞ്ച് ഓർ സ്പാൻ, ലീനിയാരിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, പിന്നെ റെസൊല്യൂഷൻ, ഡെഡ് സ്പേസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ അതിൽ പഠിച്ചത്. ഇതിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതിൽ ചില എക്സ്പ്ലനേഷൻ നോക്കിയാൽ കുറച്ച് ഡീപ്പായിട്ട് പോകുന്നതായിട്ട് മനസ്സിലാവും. പക്ഷേ ആ ഒരു രീതിയിൽ പോണ്ട, ഒരു എന്താ പറയുക, ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്, അത് ആ രീതിയിൽ നിങ്ങൾ പോണ്ട.
നമുക്ക് ഈ ഒരു ടേം വെച്ച് പഠിക്കാം, അതായത് സ്പീഡ് ഓഫ് റെസ്പോൺസ്, റെസ്പോൺസ് ടൈം, പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, മെഷറിംഗ് ലാഗ്, ഫിഡലിറ്റി, അതുപോലെ തന്നെ ഡൈനാമിക് എറർ. ഇതൊക്കെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അലോങ് വിത്ത് ദാറ്റ് ബാൻഡ് വിഡ്ത്ത്. പിന്നെ ഒരു കുറേ ഇൻപുട്ടിനെ പറ്റി പഠിക്കാനുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇത് മാത്രമേ ഇത് തരുന്നുള്ളൂ. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് നമ്മൾ ഇൻപുട്ട് ആയി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് ടേമിനെ പറ്റിയുള്ള ഡെഫിനേഷനും കൂടെ നമ്മൾ പറയണം. സെറ്റിലിംഗ് ടൈം, അതേപോലെ തന്നെ ഓവർഷൂട്ട്, ഈ രണ്ട് ടേമിനെയും കൂടിയുള്ള ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നൗ ഈ മോഡ്യൂളിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ എന്താണെന്ന് നോക്കി, അല്ലേ? അതിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ എന്തൊക്കെയാണ് നോക്കിയത്? ക്ലാസിഫിക്കേഷന് മുമ്പ് നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റിനും ഫങ്ഷണൽ എലമെന്റ് എന്താണെന്ന് നോക്കി. ഫങ്ഷണൽ എലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ നോക്കി, സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കി. അതിനുശേഷം സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് 3 ടോപ്പിക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് 3 ടോപ്പിക്സ് ആർ ലൈക്ക് ഹൗ ടു മെഷർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും എന്താ പറയുക, അതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അതെങ്ങനെ നമുക്കൊരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യാം. അതായത് ഇൻഡക്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിലുള്ള വേരിയേഷൻ, നമുക്കൊരു സിസ്റ്റത്തിലേക്ക്, ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, I think this, you know about this one, Wheatstone's bridge. Okay, Wheatstone's bridge. So we have learned this one, like how to measure resistance, unknown, how to find out unknown resistance. അതായിരുന്നു നമ്മൾ വീസ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ച് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല ഇത്? അപ്പം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വീസ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ചിട്ട് ഹൗ ടു നോ ദ അൺനോൺ റെസിസ്റ്റൻസ്, അല്ലെ? അപ്പോൾ അറിയാത്ത റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നതാണ് നമ്മൾ വീസ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ച് പഠിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ പോവാം. നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ വിട്ടു, ആദ്യം മുതൽ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? ദ വീസ്റ്റോൺസ് ബ്രിഡ്ജ് ഇസ് എ റെസിസ്റ്റൻസ് മെഷറിംഗ് ടെക്നിക് ദാറ്റ് യൂസസ് എ മീറ്റർ ടു ഡിറ്റക്ട് വെൻ ദ വോൾട്ടേജ് അക്രോസ് മീറ്റർ ഈസ് 0. ഓക്കെ, അപ്പം വോൾട്ടേജ് അക്രോസ് മീറ്റർ 0 ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെ? ദ മീറ്റർ ഈസ് പ്ലേസ്ഡ് അക്രോസ് ദ മിഡിൽ ഓഫ് 2 റെസിസ്റ്റർ പെയർ. 2 റെസിസ്റ്റർ പെയറിന്റെ മിഡിലാണ് മീറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു റെസിസ്റ്റർ. ഇങ്ങനെ നമുക്കെടുത്താൽ മൊത്തം 4 റെസിസ്റ്റൻസ് ഉണ്ട്. സോ ദ റെസിസ്റ്റർ പെയർ ഇൻ ദ സർക്യൂട്ട് ആർ R1 ആൻഡ് R3. സോ ഇതാണ് ഒരു റെസിസ്റ്റൻസ് പെയർ എന്ന് പറയുന്നത്. ആൻഡ് അനദർ ഈസ് R2 ആൻഡ് RX. ഈ 2 റെസിസ്റ്റർ പെയറിന്റെ ഇടയിലുള്ള മീറ്റർ, അല്ലെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, മീറ്റർ. അവിടെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം വോൾട്ടേജ് അക്രോസ് മീറ്റർ 0 ആകുന്ന സമയത്ത് എന്താ പറയാ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, ഇതാണ് ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്കൊരു VS എന്ന് പറയുന്ന സപ്ലൈ ഉണ്ട്. സോ പോസിറ്റീവ് ടെർമിനൽ ഓഫ് സപ്ലൈ ഇസ് ദിസ് വൺ, നെഗറ്റീവ് ടെർമിനൽ ഇസ് ദിസ് വൺ. സോ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സപ്ലൈ ഇസ് കണക്റ്റഡ് ടു R1 resistance and R2 resistance. Okay, R1 and R2, of course the name, first 2 resistors. And then you can see that there is a variable resistance R3, and fourth one is RX. RX ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അതിന് RX എന്ന് പറയുന്ന പേരിട്ട് R4 ഇട്ടില്ല, RX എന്നാണ് ഇട്ടത്, അല്ലെ? അതുകൊണ്ട് RX എന്ന് പറയുന്നതാണ് അൺനോൺ റെസിസ്റ്റൻസ്, അത് നമുക്ക് അറിയാത്ത ഒരു റെസിസ്റ്റൻസ്. സോ തിങ് ഈസ് ലൈക്ക്, നമുക്ക് വളരെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 2 റെസിസ്റ്റൻസും അല്ലെങ്കിൽ R1 R3 ഈ കംപ്ലീറ്റ് റെസിസ്റ്റൻസും ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പൊളാരിറ്റിയും സെയിം ആയിരിക്കും. ഈ സിസ്റ്റം കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പൊളാരിറ്റിയും ഇവിടെ ഉണ്ടാകുന്ന പൊളാരിറ്റി സെയിം ആയിരിക്കും. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബാലൻസ്ഡ് എന്ന് പറയുന്നതാണ്, കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവില്ല. അതായത് ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം ആണ്. സോ ദർ വിൽ നോട്ട് ബി എനി കറണ്ട് ഫ്ലോ. ഓക്കെ, പൊട്ടൻഷ്യൽ സെയിം ആവാൻ വേണ്ടി ഇതിന്റെ ഈ റെസിസ്റ്റൻസിന്റെ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ബ്രിഡ്ജിൽ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം ഈ ഒരു ബ്രിഡ്ജിലും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവേണ്ടത്,
അല്ലേ? കാരണം ഇപ്പം വി എസ് എന്ന് പറയുന്ന 10 വോൾട്ട് കൊടുത്തു. സോ ഈ രണ്ട് റെസിസ്റ്ററും സപ്പോസ് ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം 5 വോൾട്ട് ഇതിന് അക്രോസ് ഡ്രോപ്പ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സൈഡിലും 5 വോൾട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിലൂടെയുള്ള അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആവും, കറണ്ട് സീറോ ആവും. ഓക്കെ, നമ്മൾ ഓക്കെ ജസ്റ്റ് അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ഒരു വി സ്റ്റോൺസ് ബ്രിഡ്ജിൽ ഒരു ഡി സി സപ്ലൈ ഉണ്ട്. വി ഹാവ് എ ഡി സി സപ്ലൈ ആൻഡ് ദർ ആർ 4 റെസിസ്റ്റൻസ്. ഫസ്റ്റ് വൺ ഇസ് R1, R2, then we had a variable resistance R3, and there is an RX resistor which is called unknown resistance. So the resistor Rx is an unknown resistance, that is resistance whose resistance is being measured. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Other 3 resistors are known value. If the resistor R3 is a variable resistance calibrated so that it is varied its value, so that as it is varied its value is known. ഓക്കെ, അത് വേരി ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ നമുക്ക് അറിയാം. കാലിബ്രേറ്റ് ചെയ്ത റെസിസ്റ്റൻസ് ആണ്. സോ നമ്മൾ ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ ഫസ്റ്റ് അൺനോൺ റെസിസ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്യും. ഈ വാല്യൂസ് നമുക്കറിയാം, ഈ വാല്യൂസ് നമുക്കറിയാം. നമ്മൾ ഈ വേരിയബിൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യും. വി വിൽ ബി അഡ്ജസ്റ്റിംഗ് ദിസ് വേരിയബിൾ റെസിസ്റ്റർ R3 resistor so that when the meter reading is when the readings reaches 0, we can say that this bridge is balanced. ഓക്കെ, ഇനീഷ്യലി ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇനീഷ്യലി R1ഉം R2ഉം ഈക്വൽ ആണ്. R3 എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവാം. RX നമ്മൾ അതിൽ പ്ലേസ് ചെയ്യുന്നു, അതാണ് അൺനോൺ റെസിസ്റ്റർ. വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റൻസ്. So what we are doing then, we are slowly adjusting the value of R3. R3 നമ്മൾ എന്ത് ചെയ്യുന്നു, മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ആ സമയത്ത് അതായത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ മീറ്ററിൽ ഒരു റീഡിങ് കാണിക്കും. ബിക്കോസ് ദാറ്റ് ബ്രിഡ്ജ് ഈസ് നോട്ട് ബാലൻസ്ഡ്, അല്ലെ? അതൊരിക്കലും ബാലൻസ്ഡ് ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം ബാലൻസ്ഡ് ആവണമെങ്കിൽ ഈ R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസും R1 റെസിസ്റ്റൻസും ഡിവൈഡ് ചെയ്യുന്ന, സപ്ലൈനെ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ R2ഉം RXും സപ്ലൈനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് അത് ഇനീഷ്യലി നമ്മൾ കണക്ട് ചെയ്യുന്ന അവിടെ ബാലൻസ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സംടൈംസ് ലക്കിലി നമുക്കത് ബാലൻസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ വളരെ പോസിബിലിറ്റി വളരെ കുറവാണ്. സോ ഇതിലൊരു മീറ്ററിലൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടാവും. സ്ലോലി വാട്ട് വി ആർ ഡൂയിങ്, സ്ലോലി വി ആർ അഡ്ജസ്റ്റിംഗ് R3. സോ ഫൈനലി ഇറ്റ് വിൽ ബിക്കം 0. മീറ്റർ റീഡിങ് 0 ആയി കാണിക്കും. മീറ്റർ റീഡിങ് 0 ആയി കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, നമുക്കത് പോവാം. To make the measurement, the resistor R3 is varied so that voltmeter reads 0. So we are varying R3 and the voltmeter shows 0 value. Thus, when R3 is the proper value, then VM and IM ആർ ബോത്ത് 0. അത് തന്നെയാണ് പറയുന്നത്, അല്ലെ? വോൾട്ട്മീറ്റർ റീഡിംഗ് 0 ആണ്, വി എം 0 ആണ്. വി എം മീൻസ് വാട്ട്? വോൾട്ടേജ് അക്രോസ് മീറ്റർ. വി എം ഈസ് വോൾട്ടേജ് അക്രോസ് മീറ്റർ ആൻഡ് കറണ്ട് ത്രൂ ദ meter also 0. And using the fact that Vm and Im both are 0, we can derive an equation for Wheatstone's bridge. നമുക്ക് എന്താ പറയാ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതായത് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം ആണ്, ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം ആണ്. സോ if I ask you, I am assuming that voltage across, please look at the slide, voltage across R3 is V3. ഓക്കെ, നിങ്ങൾ തന്നെ പറയാം, നമുക്ക് V3ന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? So if you consider this network, how to write voltage across R3? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? So we have one R1 resistance, R3 resistance. It is like this: R1, R3. So this is Vs. So it is as per voltage divider rule. Voltage divider rule വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും Vs into R3, അല്ലെ? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്റൻസ് Vs into R3 ഡിവൈഡഡ് ബൈ R1 plus
R3. ഓക്കെ, അപ്പോൾ അതാണ് R3. ഈ V3 എന്ന് പറയുന്ന വോൾട്ടേജ്, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്. സിമിലർലി ഞാൻ എടുക്കുകയാണ്, വാട്ട് ഈസ് ദിസ് വോൾട്ടേജ് Vx. Vx എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതും എന്താണ്, അടുത്ത നെറ്റ്വർക്കാണ് അല്ലേ. നേരത്തെ പറഞ്ഞ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അതിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് വരുന്നത്? പോസിറ്റീവ് R2 RX, ഇങ്ങനെയാണ് രണ്ട് പാരലൽ റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം Vx ഈക്വൽ ടു Vs സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു നമുക്ക് Vx എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ഉള്ള ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്? RXന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസിനുള്ള RX റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. Vs ഇൻറ്റു RX ഡിവൈഡഡ് ബൈ R2 പ്ലസ് RX. നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജും V3യും കിട്ടി, Vxും കിട്ടി അല്ലേ. അപ്പം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? സോ വാട്ട് വി ഹാവ് ഡൺ, സോ വി ഹാവ് ടേക്കൺ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ബീസ്റ്റോൺസ് ബ്രിഡ്ജ് ആൻഡ് വി ആർ സേയിങ് ലൈക്ക്, എന്താ പറയുക, ഈ 4 റെസിസ്റ്റൻസ് ഉണ്ട്. വൺ ഈസ് അഡ്ജസ്റ്റബിൾ റെസിസ്റ്റൻസ് ആൻഡ് വൺ ഈസ് അൺനോൺ റെസിസ്റ്റൻസ്. ആൻഡ് വാട്ട് വി ഹാവ് ഡൺ ഈസ്, there is a meter which is connected between the two resistor pair. So one end is I am taking like voltage across one end is V3 and other end is Vx. So what I did, ഞാൻ എന്താ ചെയ്തത്, V3ക്ക് ഒരു എക്സ്പ്രഷൻ എഴുതി. സോ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പ്രകാരം അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റൂള് പ്രകാരം നമ്മൾ എഴുതി V3 is equal to സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R3. ആൻഡ് Vx എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി Vx ഈക്വൽ ടു Vs ഇൻറ്റു RX ഡിവൈഡഡ് ബൈ R2 പ്ലസ് RX. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴാണ് ഞാനൊരു അൺനോൺ റെസിസ്റ്റൻസ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. സ്ലോലി ഞാൻ എന്ത് ചെയ്തു, R3 അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബ്രിഡ്ജ് ബാലൻസിലാക്കി എന്നുള്ള അതിന്റെ അർത്ഥം എന്താ? ഇതിലൂടെയുള്ള മീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. There is no current flow through the meter. And what about the voltage across meter? Voltage across meter സെയിം ആവണം അല്ലെ. വോൾട്ടേജ് അക്രോസ് മീറ്റർ സെയിം ആയാൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഇല്ലാതിരിക്കൂ. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് Vx ഈക്വൽ ടു, കൺക്ലൂഷൻ ഇതാണ്, Vx ഈസ് ഈക്വൽ ടു V3. ആ ഒരു ബാലൻസ്ഡ് കേസ് ആവുന്ന സമയത്ത് Vx എന്ന് പറയുന്നത് V3 ആയി മാറും. ഓക്കെ, നമുക്ക് നോക്കാം. Since R1 and R3 in series and R2 and RX are in series, we can write expression for V3 and Vx using voltage divider rule. So this is V3, this is Vx. So by using voltage divider rule, we can write the expression for V3 and Vx. So what is the expression for V3? It is Vs into R3 divided by R3 plus R1. And what about Vx? It is Vs into Rx divided by Rx plus R2. Okay, so നമ്മൾ പറയാണ്, so when it is in the balanced condition, when the Wheatstone's bridge is in the balanced condition, Vm is 0. So the voltage across meter is 0. That means the potential at V3 is equal to Vx. That is, potential at V3 is equal to Vx. So we can write like Vs into R3 divided by R3 plus R1 is equal to Vs into Rx divided by Rx plus R2. So ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, Vs we can cancel, and then if you do the calculation, ഇത് എന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. R3 into Rx plus R2 is equal to Rx into R3 plus R2 അല്ലെ. ഇങ്ങനെ ഒരു ഇക്വേഷനായി മാറും.
സോ R3 ഇൻറ്റു RX നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഉണ്ട് അല്ലേ, രണ്ട് സൈഡിലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ക്യാൻസൽ ആക്കാം, R3 ഇൻറ്റു RX. സോ വി ക്യാൻ റൈറ്റ് R3 R2 ഈസ് ഈക്വൽ ടു RX R2. സോറി, ഇത് ദിസ് ഈസ് അല്ല, ഇത് ഒരു മിനിറ്റ്, ഇത് 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R3 ഇൻറ്റു R1 ആണ് വരിക. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി 1. ഓക്കെ, സോ R3 R2 ഈക്വൽ ടു RX ഇൻറ്റു R1. So what is the value of unknown resistance? Or I can say this one R3 divided by this is equal to. So if you solve for RX എന്ന് പറയുന്നത് R3 R2 divided by R1 ആണ്. R3 R2 divided by R1. So we got the final expression. സോ നമുക്കറിയാം R1ഉം R2ഉം കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. R3 എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററിൽ വേരി ചെയ്തിട്ടുള്ള ആ റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. സോ അൺനോൺ റെസിസ്റ്റൻസ് RX നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. അപ്പൊ ഇതിൽ പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഈ ഒരു എന്തിനാണ് നമ്മളിപ്പോ പഠിച്ചതെന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ RX കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇതും നമ്മളെ ഇൻസ്ട്രുമെന്റേഷൻ തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ശരിക്കും അൺനോൺ റെസിസ്റ്റൻസ് ആയിരിക്കില്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഒരു വേയിങ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 0 വാല്യൂ കാണിക്കുന്നുണ്ട് അല്ലെ. ആ സമയത്ത് അസ്യൂം ചെയ്യാം നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മൾ സെൻസർ, ഓക്കെ, ഇതൊരു സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്ന സെൻസറാണ്, അതായത് വെയിറ്റ് മെഷർ ചെയ്യാനുള്ള സെൻസറാണ്. സോ ദിസ് ഈസ് സ്ട്രെയിൻ ഗേജ്, അതാണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, അതിന് കണക്കായ ഈക്വലായ ഒരു വാല്യൂ നമുക്കറിയാം. സ്ട്രെയിൻ ഗേജ് നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അവർ പറയും നോർമൽ കണ്ടീഷനിൽ ഇതാണ് അതിന്റെ റെസിസ്റ്റൻസ് അല്ലെ. മാക്സിമം 10 kg വരെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ മാറും. അപ്പൊ നോർമൽ കണ്ടീഷനിൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും ആ സ്ട്രെയിൻ ഗേജിന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. ഈ RX എന്ന് പറയുന്നത് സ്ട്രെയിൻ ഗേജ് ആണ്, അത് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ അതിന് നോർമൽ കണ്ടീഷനിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ഈ സർക്യൂട്ടിൽ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്രിഡ്ജ് ബാലൻസ് ആയിരിക്കില്ല മീറ്റർ. അപ്പൊ നമ്മൾ മെല്ലെ എന്ത് ചെയ്യും, R3 പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ബാലൻസ്ഡ് ആക്കി വെക്കും. ഓക്കെ, അതാണ് നമ്മൾ 0 എന്ന് പറയുന്ന വെയിങ് മെഷീന്റെ കേസിലാണെങ്കിൽ 0 kg എന്ന് കാണിക്കുന്ന റീഡിങ്. സോ വെൻ വി ആർ ഇൻസേർട്ടിങ് സം പ്രഷർ ഓർ വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് അവിടെ വെക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തായും ഓട്ടോമാറ്റിക്കലി RX വേരി ആവും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ഗേജിന്റെ റെസിസ്റ്റൻസ് വേരി ആവും. സോ ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആവും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ റെസിസ്റ്റൻസിന് കണക്കായി അല്ലെങ്കിൽ വെയിറ്റിന് കണക്കായി അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ ദിസ് കറണ്ട് ഫ്ലോ ആണ് എന്ത് പറയുന്നത്, നമ്മൾ സർക്യൂട്ടിലേക്ക് എടുത്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർക്യൂട്ടിലേക്ക് എടുത്തിട്ട് നമ്മൾ എന്താ പറയാ ഫർദർ പ്രോസസ് ചെയ്യുന്നത്. എത്രത്തോളം വെയിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലോഡിന് പ്രൊപ്പോർഷണൽ ആയിട്ട് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ റെസിസ്റ്റൻസിന് വേരിയേഷന് പ്രൊപ്പോർഷണൽ ആയിട്ട് എവിടെ വേരിയേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു, കറണ്ടിൽ വേരിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് സെൻസ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസർ, ഒരു റെസിസ്റ്റൻസ് ഉള്ള സെൻസർ നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. ആഫ്റ്റർ ഇൻസേർട്ടിങ് നമ്മൾ ഈ R3 എന്ന് പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് 0 സെറ്റ് ചെയ്യും. നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന് 0 സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അത് നമ്മൾ തിരിച്ച് റെസ്റ്റ് കണ്ടീഷനിൽ 0 സെറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് എന്താ പറയാ, അയാള് പച്ചക്കറി എടുക്കാൻ ഉപയോഗിക്കുന്ന ട്രേ ഉണ്ട്. ചിലപ്പോൾ ആ കടയിൽ 2-3 ട്രേ ഉണ്ടാവും, 2-3 സൈസിലുള്ള സ്റ്റീലിന്റെ ട്രേ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ ട്രേ ഉണ്ടാവും അല്ലെ. അപ്പൊ അയാൾ അത് മെഷർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ആ ട്രേ അതിൻ്റെ അകത്ത്
വെക്കും. ആദ്യം ആ വെയിറ്റിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു സ്വിച്ച് പ്രസ് ചെയ്യും. അപ്പൊ അതിൽ 000 എന്ന് വരും. അതായത് ആ ട്രെയിനിന്റെ വെയിറ്റ് അടക്കം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ അയാൾ വെയിറ്റ് മെഷർ ചെയ്യും. അപ്പൊ രണ്ടാമത് കടയിലുള്ള ആൾ ചിലപ്പോൾ സ്റ്റീലിന്റെ ട്രേ എടുത്തിട്ടാണ് വരിക. അപ്പൊ അതിന് വേറൊരു വെയിറ്റ് ആയിരിക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ഈ ട്രേ അതിന്റെ മുകളിൽ കൊണ്ടുവച്ച് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും 0 ആവും. അല്ലെ, അതെന്താ സംഭവിക്കുന്നത്? കറക്റ്റ് ഈ ഒരു വാല്യൂ, അതായത് ഡീഫോൾട്ട് ആയിട്ട് അതിന് കറക്റ്റായ ഒരു ബാലൻസ്, ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ, അതേപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ പോലെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഞാനിപ്പം പറഞ്ഞത്. അല്ലെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സെൻസർ വെച്ചു. അപ്പൊ അതിൻ്റെ അകത്ത് വെയിറ്റ് കറക്റ്റ് ഡിഫോൾട്ട് വെയിറ്റ് ആക്കണമെങ്കിൽ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ വെച്ച് 0 അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ അതിന്റെ ലോഡ് മാറ്റുന്നതിനനുസരിച്ച് ഈ ഒരു സർക്യൂട്ട് വീസ്റ്റോൺസ് ബ്രിഡ്ജ്, അതായത് നമ്മൾ 0 അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് RX എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, RX എന്ന് പറയുന്ന വെയിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് RX വേരി ആവും, ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവാൻ തുടങ്ങും. അതിന്റെ മീനിങ് എന്താ? ഈ എൻഡിന്ന് ഈ ഒരു എൻഡിന്ന് മറ്റേ എൻഡിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ആ കറണ്ട് ഫ്ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെൻസ് ചെയ്ത് സർക്യൂട്ടിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ ഫർദർ പ്രോസസ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു കറണ്ട് ഫ്ലോയിൽ ഡിഫറൻസ് ഉണ്ടായി. എങ്ങനെയാണ് റെസിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടായത്? റെസിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടായത് എങ്ങനെയാണ്? വെയിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടായത്. സോ വെയിറ്റ് പ്രൊപ്പോർഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടോ റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടായി. റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് കറണ്ടിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഉണ്ടായി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ട് ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും വെയിറ്റ് പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രോസസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു വേയിങ് മെഷീനൊക്കെ വർക്ക് ചെയ്യുക. സോ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇന്നത്തെ